ആദിമസഭയിലെ ആദ്യത്തെ സിനഡ് നടക്കുന്നത് ജെറുസലേമിലാണ്. അത് പരിച്ഛേദനം വേണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര പ്രധാനപ്പെട്ടതായിരുന്നു ആ സിനഡെന്ന് മനസ്സിലാക്കാം. ആ സിനഡിലുണ്ടായിരുന്ന അപ്പസ്തോലിക നേതൃത്വം പരിച്ഛേദനം നടത്തുന്നതിനെക്കുറിച്ച് മറിച്ചൊരു തീരുമാനമായിരുന്നു എടുത്തതെങ്കിൽ നമ്മൾ ഇന്നും പരിച്ഛേദനം ചെയ്യേണ്ടി വന്നേനെ. ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിൽ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രതിസന്ധികളിൽ വേണ്ട ആലോചന നൽകി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 4-5 വചനങ്ങളിൽ പറയുന്നത്, ജെറുസലേമിൽ വെച്ച് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ നഗരങ്ങളിലൂടെ സഞ്ചരിക്കവേ അവിടെയുള്ളവരെ അറിയിച്ചു. തന്മൂലം സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനകൾ ഇന്ന് നമ്മുടെ ആത്മീയ നേതൃത്വത്തിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ വളരെ പ്രസക്തമായൊരു കാര്യമാണ് വിശ്വാസപരമായ വിഷയങ്ങളിൽ ആത്മീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വാസ സമൂഹം അനുസരിക്കുക എന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സഭ ശക്തിപ്പെടുകയും അനുദിനം വളരുകയും ചെയ്യുകയുള്ളൂ. ഇതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ അടിയന്തര സിനഡ് വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം ഏകീകൃത കുർബാനയിൽ സമവായം കൊണ്ടുവരാനാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈ വിഷയത്തിൽ ഐക്യത്തിലെത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ലെന്നിരിക്കെ ഇതേക്കുറിച്ച് തങ്ങളുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതിനേക്കാൾ സഭയ്ക്ക് ഗുണം ചെയ്യുക ദൈവജനം പ്രാർത്ഥനയാകുന്ന സാധ്യതയിലേക്ക് തിരിയുമ്പോഴാണ്. പാഷണ്ഡതകളുടെയും ശീഷ്മകളുടെയും കാലഘട്ടത്തിൽ അവയെ മറികടക്കുന്ന വിശുദ്ധിയിലും ജ്ഞാനത്തിലും ഉന്നതരായ വിശുദ്ധരിലൂടെ സഭയെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ച പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ ഒറ്റ മനസ്സോടെയുള്ള പ്രാർത്ഥന വഴിയാണ് അതിനെ മറികടക്കുവാൻ സഭയ്ക്ക് ശക്തി പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. ആദിമ ക്രൈസ്തവ സമൂഹം വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴെല്ലാം അതിനെ അതിജീവിച്ചത് കൂട്ടായ പ്രാർത്ഥനയിലൂടെയായിരുന്നു. യേശുനാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് അന്നത്തെ യഹൂദ നേതൃത്വം അപ്പസ്തോലന്മാരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ വിശ്വാസികൾ സ്ഥൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. ഇന്ന് സഭയിൽ ഭിന്നത വിതയ്ക്കുന്ന സാത്താൻ്റെ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ ദൈവജനം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഭയെന്ന് നേരിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരടിക്കുന്ന ഓരോ വിശ്വാസിയും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഐക്യത്തിനുതകുകയില്ല എന്നും മറിച്ച് ഭിന്നതയുടെ അരൂപിക്ക് വാതിൽ തുറന്നു കൊടുക്കുമെന്നും തിരിച്ചറിയണം. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന് പറയാൻ തക്കവിധം ദൈവജനം പ്രാർത്ഥനയിൽ അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കേണ്ടതുണ്ട്. അപ്പസ്തോലന്മാരുടെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച യേശുവിനെ പോലെ ശരിയായ തീരുമാനങ്ങൾ പ്രാർത്ഥനയിലൂടെയാണ് കരഗതമാവുക എന്ന് തിരിച്ചറിഞ്ഞ് സഭാ നേതൃത്വവും വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം. എബ്രായ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവേൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. തുടർന്ന് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്ന വിശുദ്ധ പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സഭാ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏകീകൃത കുർബാന സമർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ സിനഡ് പിതാക്കന്മാർക്ക് സാധിക്കട്ടെ.